സെലിബ്രേറ്റ് ചെയ്യണം, ഇത് ആഘോഷിക്കണം എന്ന വാദവുമായി മുന്നോട്ടു പോകുന്ന വേറെയും വിഭാഗങ്ങൾ മുസ്ലിം സൊസൈറ്റിയിൽ കാണാം. അപ്പൊ ഇഖ്തിലാഫ് വന്ന, തർക്കം വന്ന ഒരു വിഷയമാണ്. മുസ്ലിം സൊസൈറ്റിക്കിടയിൽ തർക്കം വന്നാൽ അവർ ചെയ്യേണ്ട പണി എന്താണ്? അവർ ജനിച്ച വളർന്ന സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പഠിച്ച് വളർന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരേത് വിഭാഗത്തിലാണോ ആ വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുക, ആ വിഭാഗത്തിന്റെ വാദങ്ങൾ ഏറ്റെടുത്ത് തർക്കത്തിൽ ഏർപ്പെടുക. ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഒരാൾ പഠിച്ച മദ്രസയിലെ അധ്യാപകന്മാർ, അയാളെ പഠിപ്പിച്ച ഉസ്താദുമാർ, അവരെ നോക്കിയിട്ടാണോ അവന്റെ വാദം നിശ്ചയിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരാളുടെ വാപ്പ പിതാക്കന്മാർ, അവർ മുന്നോട്ടു പോയ സംഘടനാ രീതി, അതനുസരിച്ചാണോ വാദങ്ങൾ നിശ്ചയിക്കേണ്ടത്? അല്ല. മറിച്ച് വാദങ്ങൾ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് ഫർദൂഹു ഇലല്ലാഹി വറസൂൽ ഫഇൻ തനാസഅതും, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത വന്നാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതാ. അപ്പൊ അഭിപ്രായ ഭിന്നത വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണോ വേണമെന്നൊരു വിഭാഗം, പാടില്ല എന്ന് വേറെ വിഭാഗം. മുസ്ലിം സൊസൈറ്റിയിൽ അഭിപ്രായ ഭിന്നത വന്നു, ഇഖ്തിലാഫ് വന്നു. അങ്ങനെ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ചെയ്യേണ്ട പണി അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കലാണ്. അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഈ വിഷയത്തെ എല്ലാ വിശ്വാസികളും അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അങ്ങനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിയാൽ ഈ ആഘോഷത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നമുക്ക് ലഭിക്കുക? ഈ സെലിബ്രേഷനെ പറ്റിയിട്ട് എന്ത് നിലപാടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക? ഞാൻ നബിദിനം എന്ന് പറയുന്ന ഈ ആഘോഷത്തിന്റെ ഒരു എങ്ങനെയെങ്കിലും ഒരു അഡ്രസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിച്ച പണ്ഡിതന്മാർ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഖുർആനും ഹദീസിൽ ഇതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഹാബീലിൽ ഫതാവ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, കിതാബിൽ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹയുടെ വാക്കുകളായിട്ട് അദ്ദേഹം കൊടുത്തത് എന്തറിയോ? അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ. മൗലിദാഘോഷത്തിന്റെ അസിൽ, അടിസ്ഥാനം, മൗലിദാഘോഷത്തിന്റെ അസിൽ എന്ന് പറഞ്ഞാൽ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, മതത്തിലേക്ക് പുതുതായി ഉണ്ടാക്കിയതാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിൽ ജീവിച്ച സലഫു സ്വാലിഹികളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ലം തുൻഖൽ, ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളിൽ നിന്നും ഈ ആഘോഷത്തിന്റെ തെളിവ്, ഈ അമലിന്റെ തെളിവ് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം സുയൂത്തിയെ പോലെ ഇതിന് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച പണ്ഡിതന്മാർ പോലും സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സഹാബി റഹ്മഹുല്ലാഹ്, അദ്ദേഹം ആരാണ്? മൗലിദാഘോഷത്തിന് ന്യായീകരിച്ച പണ്ഡിതനാണ്. മൗലിദാഘോഷത്തെ ന്യായീകരിച്ച ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. ഹാഫിൽ ഇമാം അസ്സഖാവി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. ബിദ്അത്തുൽ ഹസന, നല്ല ബിദ്അത്താണ് എന്ന നിലയ്ക്ക് ന്യായീകരിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ അവർ തുറന്നു പറഞ്ഞു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനിൻ സലാസ. 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മൗലിദ് എന്ന് പറയുന്ന പ്രവർത്തനം. മൗലിദാഘോഷം എന്ന് പറയുന്നത് ഏതാണ്? 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാക്കപ്പെട്ടാണ്. പിന്നെ അത് ഖുർആനിൽ ഉണ്ടാവോ? പിന്നെ അത് ഹദീസിൽ ഉണ്ടാകുമോ? ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കൂ. ഈ വിഷയത്തിലെ തർക്കം
മടക്കാൻ ഖുർആൻ നിവർത്തിയാൽ ഉണ്ടാകുമോ? കാരണം എന്താ? ഇമാം സഖാവി പറഞ്ഞു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മൗലിദാഘോഷം എന്ന് പറയുന്നത് എന്ന് അതിനെ ന്യായീകരിച്ച ആളുകൾ തന്നെ പറയും, നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് പറയുമോ? قال الحافظ أبو سرعة العراقي إمام أبو سرعة حافظ إمام أبو سرعة رحمهم الله അദ്ദേഹം പറയാണ്, لا نعلم ذلك ولو بإطعام الطعام عن السلف. لا نعلم, നമുക്കറിയില്ല. അദ്ദേഹം പറയും നമുക്കറിയില്ല. ذلك ولو بإطعام الطعام عن السلف. സലഫുകൾ ഇതിന്റെ പേരിൽ, ഈ മൗലിദാഘോഷത്തിന്റെ പേരിൽ സലഫുകൾ ഒരു ഭക്ഷണമെങ്കിലും കൊടുത്തതായിട്ട് നമുക്കറിയില്ല. അങ്ങനെയെങ്കിലും ഇത് ആചരിച്ചത് നമുക്കറിയില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പഠിപ്പിക്കാം. മൗലിദാഘോഷത്തിന്റെ ആളുകൾ കൊണ്ട് നടക്കുന്ന ഇമാമിങ്ങളാണ് ഈ പറയുന്നത്. ഒരു ഭക്ഷണത്തുണ്ട്, നമ്മൾ പറയലോ ഒരു മിഠായി കൊടുത്തിട്ടെങ്കിലും എന്ന് പറയലോ, അതാണ് ഇമാം അബൂ സുർഅയുടെ വാക്കുകൾ. ഒരു മിഠായി കൊടുത്തിട്ടെങ്കിലും എന്ന് പറയുന്ന പോലത്തെ ഒരു പറച്ചിൽ, ഒരു വാക്ക് അദ്ദേഹം പറയാണ്. അങ്ങനെ ഒരു ചെറിയ ഭക്ഷണത്തുണ്ട് കൊടുത്തിട്ടെങ്കിലും സലഫുകളിൽ നിന്ന് ഒരാളും ഇത് ആചരിച്ചത് നമുക്കറിയില്ല എന്ന് ഇമാം അബൂ സുർഅ റഹിമഹുമുള്ള നമുക്ക് രേഖപ്പെടുത്തി തരാണ്. ഖുർആനിലേക്ക് തരികയാണ്. നമുക്കറിയാം, നാട്ടിൽ മുഴുവൻ ഖുർആനിന് ആയത്തോതാണ്. എന്തിന്? നബിദിനത്തിന്റെ തെളിവ് പിടിച്ചിട്ട്. എത്ര വലിയ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബിദിനത്തിന് തെളിവ് പിടിക്കുക. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനും തെളിവ് പിടിച്ചവരാണ്. പിന്നെണ്ടോ നബിദിനം പോലത്തെ ആഘോഷങ്ങൾക്ക് ഖുർആനിൽ നിന്ന് തെളിവ് പിടിക്കാതിരിക്കുന്നത്? ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഇമാമിയങ്ങൾ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചത് അങ്ങനെയാണ്. ഒരു റസൂലുമില്ല, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, സലഫു സാലിഹ്യങ്ങൾ ചെയ്തിട്ടില്ല. 3 നൂറ്റാണ്ട് വരെ ഈ നടപടി മുസ്ലിം സൊസൈറ്റിക്ക് അറിയില്ലായിരുന്നു. 3 നൂറ്റാണ്ട് വരെ മുസ്ലിം സൊസൈറ്റിയിൽ ജനിച്ച ഒരാൾക്കും അറിയില്ല. ഇമാം ഫാഖിഹാനി ഇതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. വിമർശിച്ച പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ് ഇമാം ഫാഖിഹാനി. ഇമാം ഫാഖിഹാനി പറഞ്ഞത് റഹിമഹുല്ലാഹ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബി വലാ സുന്ന. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാഹിയുടെ സുന്നത്തിലോ ഈ മൗലിദിന് ഒരു അസ്ലുള്ളതായിട്ട് എനിക്കറിയില്ലട്ടോ എന്ന് ഇമാം ഫാഖിഹാനി പറയാം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഖുർആൻ വായിച്ചു നോക്കിയിട്ട്, ഇമാമിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കിയിട്ട് ഒരു അസ്ലും ഖുർആനിനെ നബിദിനത്തിൽ കണ്ടില്ല എന്ന് അവരെഴുതി വെച്ചിരിക്കുക. സുന്നത്ത് പഠിച്ച ഇമാമിങ്ങൾ പച്ചയായി എഴുതി വെച്ചു. ഒരു പൂർവികനായ സലഫു സ്വാലിഹികളിൽപ്പെട്ട 3 നൂറ്റാണ്ടിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈകളും അടങ്ങുന്ന സൊസൈറ്റിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഏർപ്പാട്. ഒരു മിഠായി കൊടുത്തിട്ട് പോലും അവരിത് ചെയ്തിട്ടില്ല എന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിരിക്കുക. ന്യായീകരിച്ചവർ എന്ത് ന്യായീകരിച്ചത്? 4 നല്ല കാര്യമല്ലേ ചെയ്തോട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പൂർവ്വ പണ്ഡിതന്മാരിൽ നബിദിനം പോലത്തെ അത് ചെയ്യാമെന്ന് പറഞ്ഞ തെറ്റായ വാദം അവതരിപ്പിച്ച പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഇതൊന്നും അടിത്തറൊന്നുമില്ല, എങ്കിലും കുറച്ച് നല്ല കാര്യം നടക്കല്ലേ, അങ്ങോട്ട് നടന്നോട്ടെ എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഈ കാലത്തെ പുരോഹിതന്മാരെ പോലെ ഖുർആനിന് ആയത്തോതിയിട്ട് കണ്ടോ നബിദിനത്തിന്റെ തെളിവ് കിട്ടി എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം അവർക്കില്ല. കാരണം എന്താ? അവർ അള്ളാഹിനെ പേടിയുള്ളവരായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു അവർ. അല്ലാതെ നമ്മുടെ പോലെ വാശിയും വൈരാഗ്യത്തിന്റെ പേരിൽ ദീൻ അവനൊന്ന് പറഞ്ഞാൽ ഞാൻ 2 പറയുമെന്ന നിലപാടുള്ളവരായിരുന്നില്ല. ഇനി വേറൊന്നും വേണ്ട, ഞാൻ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മതമാണോ അല്ലേ എന്നറിയാൻ, സാധാരണക്കാരൻ അറിയാൻ നിങ്ങൾ ഹദീസ് കിതാബുകളുടെ ബാബുകൾ നിങ്ങൾ പരിശോധിച്ചു. റിയാദുസ് സ്വാലിഹീൻ അതിന്റെ ബാബുകൾ എടുത്തു നോക്കൂ. അത് നിങ്ങൾ നോക്കിയാൽ
അവിടെ ബാബുകളിൽ ഒരുപാട് കാര്യങ്ങളുടെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പറയുന്നുണ്ടാവും. മാസങ്ങളുടെ, ദിവസങ്ങളുടെ ശ്രേഷ്ഠത പറയുന്ന ബാബുകൾ കാണാം, അധ്യായങ്ങൾ കാണാം. ബാബു ഫളാഇൽ ജുമുഅ, ബാബു ഫളാഇൽ റമളാൻ, ബാബു ഫളാഇൽ ശഅബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിന്റെയും ബാബു ഫളാഇൽ ഈദൈനി, രണ്ട് ഈദാഘോഷത്തിന്റെ ഫളായിൽ ശ്രേഷ്ഠത എന്നൊക്കെ പറഞ്ഞിട്ട് അധ്യായങ്ങൾ കാണാം. ഒരു സ്ഥലത്ത് ബാബു ഫളാഇൽ റബീഉൽ അവ്വൽ എന്ന ഒരു ബാബ് നിങ്ങൾക്ക് കാണാൻ കഴിയൂ? അത് ഇമാം മുസ്ലിമിന്റെ ആകട്ടെ, ഇമാം ബുഖാരിന്റെ ആകട്ടെ, മുസ്ലിമിന്റെ ആകട്ടെ, അബൂദാവൂദിന്റെ ആകട്ടെ, നസായിന്റെ ആകട്ടെ, ധാരിമിയുടെ ആകട്ടെ, തിർമുദിയുടെ ആകട്ടെ, ബസാറിന്റെ ആകട്ടെ, സകല ഇമാമിങ്ങളുടെയും സകല മുഹദ്ദിസുകളുടെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ബാബ്, ഒരു ഇൻഡെക്സ് ബാബു ഫളാഇൽ റബീഉൽ അവ്വൽ എന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എന്ത് കാണാൻ കഴിയാത്തത്? ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ പറഞ്ഞ് മനുഷ്യർക്കിത് ദീനാണ് എന്ന ബോധമുണ്ടാക്കി. ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ബാബ് കാണിച്ചാൽ ഇനി ഈ മിമ്പറിൽ ഞാൻ നബിദിനത്തെ എതിർത്ത് സംസാരിക്കില്ല. ഒരു ഹദീസ് ഗ്രന്ഥത്തിന്റെ ബാബു ഫളാഇൽ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ട് നബിന്റെ മൗലിദാഘോഷത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ബാബ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഇനി ഈ മെമ്പറിൽ ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ ദീനാണിത്, കളിക്കണ കളിയല്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് കടത്തിക്കൂട്ടാൻ പറ്റുന്നതാണോ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നല്ലതെന്ന് വിചാരിച്ച് കടത്തിക്കൂട്ടുന്നതാണ്. നിങ്ങൾ ആലോചിക്കും, വിശുദ്ധ ഖുർആൻ ഒരു ബിദ്അത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആര് ചെയ്ത ബിദ്അത്താണെന്നറിയോ? ആ ബിദ്അത്ത് നസ്വാറാക്കൾ ചെയ്ത ബിദ്അത്താ, ക്രൈസ്തവർ ചെയ്ത ബിദ്അത്താ. ആ ബിദ്അത്തിനെ പറ്റി അല്ലാഹ് പറഞ്ഞത് എന്തറിയുമോ? ബ്രഹ്മചര്യമാണ് ആ ബിദ്അത്ത്. സന്യാസം, ബ്രഹ്മചര്യം, വിവാഹബന്ധമില്ലാതെ, ലൈംഗിക ജീവിതമില്ലാതെ ബ്രഹ്മചര്യം സ്വീകരിച്ചവരെ പറ്റിയിട്ട്, സന്യാസിമാരെ, പുരോഹിതന്മാരെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞെന്തറിയോ? അവരുണ്ടാക്കിയതാണെന്ന്. ഇബ്തദൂഹ, അത് അവർ ഉണ്ടാക്കിയതാണ്, പുതുതായി ഉണ്ടാക്കിയതാണ്. അല്ലാഹ് അവരോട് കൽപ്പിച്ചിട്ടില്ല, എന്നിട്ട് അവർക്ക് പാലിക്കാനും പറ്റിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ലത് എന്ന പേരിൽ തന്നെയാണ് എല്ലാ ബിദ്അത്തും വരിക. അവരെന്തിനാ അങ്ങനെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയത്? സന്യാസമെന്ന, ബ്രഹ്മചര്യമെന്ന ഒരു ബിദ്അത്ത് അവരുണ്ടാക്കിയത് എന്തിനാ? അള്ളാഹുവിനെ ആരാധിച്ച് പടച്ചവനിൽ ലയിച്ച് സദാസമയം അവനെ ദിക്ർ ചെയ്തിരിക്കാൻ കുടുംബം ഒരു തടസ്സമാവും. ആണല്ലോ നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? നമ്മളെ സമയത്തിന്റെ പ്രധാന സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മളെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബം ഇല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നമുക്ക് വേണ്ടി കഴിക്കാനും ഉള്ള എന്തെങ്കിലും ഭക്ഷണം അത് മാത്രം മതി. പള്ളിയുടെ അകത്ത് സദാസമയം നമുക്ക് ഇഅ്തികാഫിരിക്കായിരുന്നു, നമുക്ക് സദാസമയം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് ഇരിക്കായിരുന്നു. നല്ല കാര്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നല്ലതായിട്ട് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ നോക്കിയാൽ നന്മയാണ്, പക്ഷെ റബ്ബ് സുബ്ഹാനഹു തആല നന്മയായിട്ട് അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പ്രത്യേകത അതാ. ഞാനോ നിങ്ങളോ അല്ല നന്മ തീരുമാനിക്കേണ്ടത്. എനിക്ക് നല്ലതാണ് എന്ന് തോന്നിയിട്ട് ഉണ്ടാക്കേണ്ട സാധനമല്ല മതത്തിന്റെ അമലുകൾ എന്ന് പറയുന്നത്. അല്ലാഹു റസൂൽ നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സ്വീകരിക്കാൻ പറ്റൂല. ഇനി റബീഉൽ അവ്വൽ 12 എന്താണ് സംഭവിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? റബീഉൽ അവ്വൽ 12 എന്താണ് സംഭവിച്ചത്? നോക്കൂ, റബീഉൽ അവ്വൽ 12 അന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത്, മരണപ്പെട്ടത്. റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാണ്. ആ വഫാത്തിനെ എങ്ങനെ കാണണം? ആ വഫാത്തിനെ എങ്ങനെ കാണണം? ഇമാം ദാരിമി ഉദ്ധരിച്ചു അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു വിപത്ത് ബാധിച്ചാൽ, ഒരു വിപത്ത് നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തകർന്നു പോകും. നിങ്ങളെ മക്കൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ തകർന്നു പോകും. നിങ്ങളുടെ കച്ചവടം നഷ്ടമായി, നിങ്ങളുടെ സമ്പത്ത് തൊലഞ്ഞുപോയി എന്നറിഞ്ഞാൽ നിങ്ങൾ കരച്ചിലാകും.
നിങ്ങൾ പ്രയാസത്തിലാകും എങ്കിൽ ആ സമയത്ത് ഫൽയദ്കുർ മുസീബതഹു ബി, അവൻ എന്നിൽ നിന്ന് അവനുണ്ടായ മുസീബത്തിനെ പറ്റി ആലോചിക്കട്ടെ. നബീന് നമുക്കുണ്ടായ മുസീബത്ത് എന്താ? റസൂലുള്ളയിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള വിപത്ത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി എന്നുള്ളതാ. വേറെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്കൊരു പ്രയാസമുള്ളത് ഉണ്ടായിട്ടില്ല. ഉണ്ടോ സത്യവിശ്വാസികൾക്ക്? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആകപ്പാടെ നമ്മൾ കരയുന്നത് റസൂലുള്ള വഫാത്തായി എന്നതുകൊണ്ടാണ്. റസൂലുള്ള പറയാ, ഞാൻ എന്റെ വഫാത്തിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, നിങ്ങൾക്കൊരു മഹാരോഗമുണ്ട് എന്നറിഞ്ഞ് നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാതെ നിങ്ങൾ പ്രയാസപ്പെടുമ്പോ ഉടനെ എന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കൂ. എന്റെ മരണത്തെക്കാൾ വലിയ വേദന, എന്റെ മരണത്തെക്കാൾ വലിയ ദുഃഖം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഫഇന്നഹാ മിൻ അഅ്ലമിൽ മസാഇബ്, അതാണ് ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെയാണല്ലോ, നമുക്കൊരു ചെറിയ ദുഃഖം വന്നാൽ മുൻപുണ്ടായ വലിയ ദുഃഖം ആലോചിച്ചാൽ മതി, ആ ചെറിയ ദുഃഖം ഒന്നല്ല എന്ന് തോന്നും. റസൂലുള്ള പറയാ, നിങ്ങൾക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ ഞാൻ വഫാത്തായതിനെ പറ്റി ആലോചിക്കണം. കാരണം എന്താ? നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടം അതാണ്. അതായിരിക്കണം നമുക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടം, അതായിരിക്കണം. ബാക്കി എല്ലാ സങ്കടങ്ങളും ആ സങ്കടത്തിന്റെ മുമ്പിൽ നിസ്സാരമായിട്ട് തോന്നണം, ചെറുതായിട്ട് തോന്നണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, എന്റെ വഫാത്തിനെ പറ്റി ആലോചിച്ചിട്ട് കരഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് വേദനിച്ചിട്ട് നിങ്ങളെ വേദന ഒക്കെ ചെറുതായി പോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആ റബീഉൽ അവൽ 12 സംഭവിച്ച മഹാദുരന്തം സംഭവിച്ച ദിവസം നമ്മൾ അർബന മുട്ടി തെരുവോരങ്ങളിൽ പാട്ടുപാടാണ്, നമ്മൾ വലിയ റാലികൾ നടച്ചാണ്, നമ്മൾ സെലിബ്രേഷൻ, ഓരോ ദിവസവും ലോകത്തെ ഞെട്ടിക്കുന്ന സെലിബ്രേഷനുകളിൽ നമ്മൾ അർമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസം ഏതാ? സത്യവിശ്വാസിയുടെ ഏറ്റവും ദുരന്തം സംഭവിച്ച ദിവസം, ഏറ്റവും വലിയ വേദനയുടെ ദിവസം. ഞാൻ വെറുതെ പറഞ്ഞില്ല, എന്റെ വക പറഞ്ഞതല്ല. സീറത്തുൻ നബവി ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയത്? വൽ മശ്ഹൂർ ഹുവ മാ ദഹബ ഇലൈഹിൽ ജുംഹൂർ മിൻ അന്ന വഫാത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ كانت في 12 من ربيع الأول في العام 11 للهجرة. ഹിജറ വർഷം 11 റസൂലുള്ളാഹി 11-ാം വർഷം റബീഉൽ അവൽ 12-ാം തീയതി അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്നതാണ് ഉലമാക്കളിലെ മഹാഭൂരിപക്ഷവും രേഖപ്പെടുത്തിയത്. എന്നാ വഫാത്തായത്? റബീഉൽ അവൽ 12-ന്. വേണ്ട, ഇന്ന് ഖുത്ബ നടക്കുന്നുണ്ടാകും സുന്നിപ്പള്ളികളിൽ. ഞാൻ പറയുന്നു, ഇന്നത്തെ നബാത്തി ഖുത്ബയുടെ ബാബ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന് നടക്കുന്നുണ്ടാവും റബീഉൽ അവലിലെ ആദ്യത്തെ ഖുത്ബ. റബീഉൽ അവലിലെ ആദ്യത്തെ ഖുത്ബ അൽ ഖുത്ബത്തുൽ ഊല, ഒന്നാമത്തെ ഖുത്ബ മിൻ ഷഹ്ർ റബീഉൽ അവൽ, റബീഉൽ അവൽ മാസത്തിലെ ഒന്നാമത്തെ ഖുത്ബ. ആ ഖുത്ബന്റെ ബാബ് കേട്ടോളൂ. യുദ്കറു ഫീഹാ, അതിൽ നമ്മൾ ഓർക്കുന്നു വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്. ഇപ്പൊ നടക്ക മിമ്പറിൽ നടക്ക, റസൂലുള്ള മരിച്ച സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് ഇങ്ങനെ വലഖദ് ആതാഹു ഫീ മിസ്ലി ശഹരികും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാമി അൽ മുവക്കലീന ബിഖബ്ലി നുഫൂസിൽ അനാം. ഇതുപോലത്തെ ഒരു ദിവസം, ഇതുപോലത്തെ ഒരു മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കാൻ അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകൾ വന്നത് എന്ന് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇപ്പോ ലൈവായിട്ട് ഈ സമയത്ത് ഓതിക്കൊണ്ടിരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയിട്ട്. കാരണം എന്താ? അന്ന് ഈ റബീഉൽ അവൽ 12-ന് ദഫ് മുട്ടി, അർബന മുട്ടി, റാലി നടത്തി സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി ഇബ്നു നബാത്തുൽ മിസ്രി അദ്ദേഹം ഖുത്ബ പറയുന്ന സമയത്ത് ഇല്ല, അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ ദിവസം പറയേണ്ട ഖുത്ബ അദ്ദേഹം തെരഞ്ഞെടുത്തത്. എന്താ? റബീഉൽ അവൽ 1-ന് അദ്ദേഹം പറയേണ്ട ഖുത്ബ അദ്ദേഹം തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയിട്ട്. കാരണം എന്താ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവൽ 12-നാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ റബീഉൽ അവലിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുത്ബയുടെ ബാബ് യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അദ്ദേഹം ഖുത്ബക്ക് എഴുതി വെച്ചത്.
ഇനി രണ്ടാമത്തെ ബാബോ അൽ ഖുതുബത്തു സാനിയ, രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന മുമ്പും ശേഷമുള്ള ഖുതുബാണ്. റബീഉൽ അവ്വൽ 12 മുമ്പും ശേഷവുമുള്ള ഖുതുബ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്ത ദിവസം ഈ നബാത്തി ഖുതുബ ഓതുന്ന പള്ളികളിൽ പോയിട്ട് ഇമാം ഓതുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. എന്താ പറയുന്നത്? മിൻ ഷഹർ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ രണ്ടാമത്തെ ഖുതുബ, യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ പറ്റിയിട്ട് സ്മരിക്കുന്നു ആ ഖുതുബയിൽ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമാണത്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്ത് തെമ്മാടിത്തമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പാണ് റസൂലുള്ള മരിച്ചുപോയി എന്ന് ഉറപ്പായ ഒരു ദിവസത്തെ തെരഞ്ഞെടുത്തിട്ട് അന്നത്തെ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഘോഷത്തിന്റെ ദിവസമാക്കുന്നു. അന്നത്തെ ദിവസം 2 പാപാണ്. ഒന്ന് മതത്തിലില്ലാത്തത് മതത്തിലുണ്ടാക്കി. രണ്ടാമത്തെ പാപം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസം, ആ ദിവസം ദുരന്തമാണ്, വിശ്വാസിക്ക് ദുരന്തമാണ് എന്ന ഹദീസ്, ആ ഹദീസിനെ മുൻനിർത്തിയിട്ട് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞെടുക്ക, നാട് മുഴുവൻ പറഞ്ഞെടുക്ക, എന്റെ മരണം ഹൈറാണ്, എന്റെ ജനനവും ഹൈറാണ്. കള്ള ഹദീസാണ്, ദുർബല ഹദീസാണ്. എന്റെ മരണം ഹൈറാണ്, നിങ്ങൾക്ക് വഫാത്തി ഹൈറുല്ലക്കും, എന്റെ മരണം നിങ്ങൾക്ക് ഹൈറാണ് എന്ന് പറയുന്ന ഹദീസ്, കള്ള ഹദീസ് നാട് നീളെ പറഞ്ഞിട്ട് ഈ റസൂലുള്ള വഫാത്തായ ദിവസമാണെങ്കിലും ആ വഫാത്തും ഹൈറാണ്. ആർക്കാണ് ഹൈറ്? റസൂലുള്ള വഫാത്തായത് ആർക്കാണ് ഹൈറ്? വിശ്വാസികൾക്ക് ഹൈറല്ല. വിശ്വാസികൾക്ക് അതാണ് ഏറ്റവും വലിയ ദുരന്തം. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തം അതാണ് ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം. മറ്റേ ഹൈറാണെന്നും പറഞ്ഞ് നടക്കാം. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത് ഹൈറാണെന്ന കള്ള ഹദീസും കൊണ്ട് നടക്കുക. ഏറ്റവും വലിയ ദുരന്തം എന്റെ വഫാത്താണെന്ന് റസൂലുള്ള പറഞ്ഞ സ്വഹീഹായ ഹദീസ് ഉണ്ടായിരിക്കെ കള്ള ഹദീസ് പിടിച്ചിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിവസം തന്നെ തെരഞ്ഞെടുത്തിട്ട് ഈ ആളുകൾ ആഘോഷിക്കുക. നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്, മരിച്ചത് എപ്പോഴാ? റബീഉൽ അവ്വൽ 12. ജുംഹൂറുൽ ഉലമാ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും എന്ന് പറഞ്ഞാൽ ഏകദേശം ഇജ്മാഇന്റെ അടുത്തെത്തുന്നത്ര പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 12 എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാ? തർക്കമുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. റബീഉൽ അവ്വലിനെ അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് പണ്ഡിതന്മാരിൽ. എന്റെ വക പറഞ്ഞതല്ല, നിങ്ങൾ ബർസഞ്ചി മൗലിദ് എടുത്ത് നോക്കിയാൽ മതി. ബർസഞ്ചി മൗലിദ് ഈ ആളുകൾ ഈ ദിവസങ്ങളിൽ ഓതുന്ന മൗലിദിൽ കൃത്യമായി രേഖപ്പെടുത്തി. അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വിലാദത്തിന്റെ ജനനത്തിന്റെ ദിവസം മാസണ്ടല്ലോ ആമ് ഫി ആമി വിലാദത്തിഹി, അദ്ദേഹത്തിന്റെ വിലാദത്തിന്റെ ആമ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം ഉണ്ടല്ലോ വഖ്തുലിഫ, അതിനെ സംബന്ധിച്ചിട്ട് എന്തുണ്ട്? അഭിപ്രായ ഭിന്നത ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് റബീഉൽ അവ്വലിന് അല്ല റസൂലുള്ള ജനിച്ചത്. വഫീ ഷഹരിഹ, അതിന്റെ മാസത്തെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹ, അതുപോലെ തന്നെ അതിന്റെ ദിവസത്തെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അലാ അഖ്വാലിൽ ലിൽ ഉലമാഇ മർവിയ, അല്ലാഹു ഉമ്മത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അഭിപ്രായങ്ങൾ, ആ അഭിപ്രായ അനുസരിച്ച് എന്തുണ്ട്? ഏതാണ് മാസം, ഏതാണ് വർഷം, ഏതാണ് ദിവസം, അതിൽ ഉലമാക്കൾ യോജിച്ചിട്ടില്ല, ഉറപ്പില്ല ഏതാണെന്ന്. അപ്പൊ ജനിച്ചത് ഉറപ്പില്ല ഏതാണെന്ന്, മരിച്ചതോ റബീഉൽ അവ്വൽ 12. നമ്മൾ ആഘോഷിക്കുന്നതോ റബീഉൽ അവ്വൽ 12. നമ്മുടെ ഈ നാട്ടിൽ മധുര പലഹാരം വിതരണം ചെയ്തതെന്ന റസൂലുള്ള വഫാത്തായ ദിവസം, നമ്മൾ ഈ നാട്ടിൽ റാലികൾ സംഘടിപ്പിച്ചത്, അറുപനകൾ മുട്ടിയത്, ജഫുകൾ മുട്ടിയത്, പാട്ടുപാടിയത്, ഈ രാജ്യത്ത് ഏത് മഹാന്റെ ജന്മദിനം ആഘോഷിക്കുന്നോ അതിനേക്കാൾ വലിയ സെലിബ്രേഷൻ ഈ രാജ്യത്ത് കാണിച്ചു കൊടുത്തത് നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ റബീഉൽ അവ്വൽ 12. ഇത് നിസ്സാര കാര്യമാണോ? ഇത് നിസ്സാര പ്രശ്നമാണോ?
അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതാണോ? അല്ല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ നീച ചെയ്തിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആളുകൾ ചോദിക്കാൻ വല്ല മാറ്റം ഉണ്ടായോ? വല്ല മാറ്റം ഉണ്ടായോ ചോദിക്കാണ് മനുഷ്യന്മാര്. നിങ്ങൾ ഇത്ര കാലം പറഞ്ഞിട്ട് വല്ല മാറ്റം ഉണ്ടായോ? മാറ്റം തന്നെയല്ലേ അതിനെ എതിർക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. ഇനി ഒരാളും വന്നില്ല എന്ന് വിചാരിക്കുക, എങ്കിലും ഒരു അക്രമം നടക്കുന്നത് വിളിച്ചു പറയണ്ടേ? ഒരു അക്രമം നടക്കുക. ലോകത്ത് ഒരു നേതാവ് മരിച്ച ദിവസം അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് അർമ്മതിക്കുന്ന ഒരു ജനവിഭാഗം ഉള്ളത് ഈ ഉമ്മത്തിലാണ്. വേറൊരു നേതാവിന് ഇത് ഗതികേട് വന്നിട്ടില്ല. അതൊക്കെ വേറെ യേശു മരിച്ചെന്ന് ഉറപ്പുള്ള ദിവസം ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നില്ല? ക്രിസ്മസ് ആഘോഷിക്കണില്ല. ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും ഒക്കെ മരിച്ചു എന്ന് ഉറപ്പുള്ള ദിവസം നോക്കിയിട്ട് അനുയായികൾ ആഘോഷാക്കിയിട്ടില്ല. അവര് പിന്നെ ദുഃഖത്തിന്റെ സമയങ്ങളാക്കിയിട്ടുണ്ട്, പക്ഷെ ആഘോഷാക്കിയിട്ടില്ല. മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരു ദിവസം തെരഞ്ഞെടുത്തിട്ട് ആ ദിവസം തന്നെ ഏറ്റവും വലിയ ആഘോഷം നടത്തുന്ന ഒരു അനുയായി ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളേക്ക് അല്ലാഹുവിന്റെ റസൂല് ഹൗലുൽ കൗസറിൽ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഉമ്മത്തിനെ കാത്തിട്ട്. ഹൗലുൽ കൗസറിന്റെ അടുത്ത് റസൂലുള്ളാഹ് ആ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കാൻ, തന്റെ ഉമ്മത്തിലെ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ റസൂലുള്ളാഹ് ഹൗലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മത്തിങ്ങനെ കടന്നു വരികയാണ്. ഉമ്മത്തിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഇതാ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗത്തിന് മറയിട്ടു, തടയിട്ടു. അവർക്കിട് വരാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിക്ക് കൽബ് പടഞ്ഞ് എന്റെ ഉമ്മത്താണല്ലോ, ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി എന്ന് റസൂലുള്ളാഹ് കരഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, എന്റെ ഉമ്മത്താണ് റബ്ബേ, അവരെ വിട്ടേക്ക്. ആ സമയത്ത് അള്ളാന്റെ റസൂലിനോട് മലായിക്കത്തുകൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഈ മതത്തിൽ പുതിയതായി പലതും കടത്തിക്കൂട്ടിയത് എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്ന് താങ്കൾക്കറിയില്ല. താങ്കൾ വഫാത്തായ ദിവസം തന്നെ ആഘോഷമാക്കിയ കൂട്ടരാണ്. മതത്തിലെ എന്തൊക്കെ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. ആ പറഞ്ഞതിൽ ഏതുപെടും? റസൂലുള്ളാഹി വഫാത്തായത് ദിവസം നോക്കിയിട്ട് ആഘോഷമാക്കി മതത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കിയവരാണ് എന്ന് മലായിക്കത്തുകൾ പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നത് സുഹ്കൻ സുഹ്കൻ, അകലപ്പോ, ദൂരപ്പോ, എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞ് ആട്ടി ആ ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കാത്തൊരു വിഭാഗം ഉണ്ടാവും ഈ ഉമ്മത്തിൽ. ആരാ? മതത്തിൽ റസൂലുള്ളാഹിക്ക് ശേഷം പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കിയവർ. ആ കാര്യത്തിൽ പെട്ടതാണ് നിബിദിനം. അതിൽ പെട്ടതാണെന്നും പോരാ, അത് ഉണ്ടാക്കി ആഘോഷിക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയം തന്നെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ട എങ്ങനെ അറിയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, മൻ അഹബ്ബ സുന്നതി, അള്ളാന്റെ റസൂൽ പറയാ, മൻ അഹബ്ബ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു. നിശ്ചയമായിട്ട് അവൻ എന്നെ സ്നേഹിച്ചു. ബിദ്അത്തിനെ സ്നേഹിച്ചവനല്ല. റസൂലുള്ളാന്റെ സുന്നത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ റസൂലുള്ളയെ തീർച്ചയായും സ്നേഹിച്ചു കഴിഞ്ഞു. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവനോ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുനൻ തിർമിദി ഹസൻ ഗരീബായിട്ട് ഉദ്ധരിച്ചത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഹിദായത്തു റുവാത്തിൽ ഉദ്ധരിച്ചു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അതിന്റെ സനദ് ഹസനാണ് എന്ന് വിധി ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി പറയാ, എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? എന്റെ സുന്നത്തിനെ സ്നേഹിച്ചിട്ട്. എന്റെ സുന്നത്തിനെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞു, എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലായി കഴിഞ്ഞു. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്ത ഒന്നും നമ്മുടെ കാലത്ത് വേണ്ട. റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്ത ഒന്നും നമ്മുടെ കാലത്ത് വേണ്ട. അന്ന് ദീനല്ലാത്ത ഒന്നും നമ്മുടെ കാലത്ത് ദീനാകണ്ട, ദീനാക്കണ്ട. അതാണ് ഇമാം മാലിക് പറഞ്ഞത്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ, അന്ന് നബിയുടെ കാലത്ത് എന്താണോ ദീനല്ലാത്തത്, എന്താണോ ദീനല്ലാത്തത്, ഫലൻ യകൂന യൗമൽ ദീന, അത് ഇന്നും ദീനല്ല. നബിന്റെ കാലത്ത് എന്ത് ദീനല്ലയോ, സഹാബത്തിന്റെ കാലത്ത് എന്ത് ദീൻ അല്ലയോ,
അത് എന്താണ്? ഇന്നും ദീനല്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ല നമ്മളെ പഠിപ്പിച്ചത്. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല, അന്ന് ദീനായതൊക്കെ ഇന്നും ദീനാണ്. അന്നത്തെ ദീനല്ലാത്ത ഒരു ദീൻ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് വേണ്ട എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ല നമ്മളെ പഠിപ്പിച്ചത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആളുണ്ടോ അർത്ഥമുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കണ്ട. അള്ളാന്റെ റസൂലിനെ അപമാനിക്കുന്ന, അദ്ദേഹത്തിന്റെ വഫാത്ത് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തിട്ട് സമൂഹത്തിൽ സെലിബ്രേഷൻ നടത്തുന്ന, സെലിബ്രേഷന്റെ ഗ്രേറ്റ് മൂഡുകൾ ക്രിയേറ്റ് ചെയ്യുക, വലിയ സെലിബ്രേഷൻ കാണിച്ചു കൊടുക്കുക സൊസൈറ്റിക്ക്. നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് നടത്തിയല്ലോ, അതിന്റെ 10 ഞങ്ങൾ കാണിച്ചു തരാം. എന്നാ റസൂലുള്ള വഫാത്തായ റബീഉൽ 12 ഈ ആഘോഷം നടത്തുന്ന അക്രമത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു തആല നമ്മയെല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കാലഘട്ടത്തില്ലാതിരുന്ന ഒരു പുതിയ ദീനും നമ്മുടെ ഈ കാലഘട്ടത്ത് സ്വീകരിക്കാതിരിക്കാനുള്ള ഇൽമ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ ദീനിനെ റസൂലും സ്വഹാബത്തും എങ്ങനെ മുറുകെ പിടിച്ച് അങ്ങനെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്, ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധരായി തൗബ ചെയ്ത് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.